നമുക്കേ ബീഫ് റോസ്റ്റിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കാന്താരി എടുത്തിരിക്കണേ, വേപ്പില ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. നമുക്ക് മിക്സിയിൽ ചെറിയ ബൗളിലെടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കത്. പിന്നെ ഒരു കട്ടിയുള്ള പാൻ വെച്ചു, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിന് പകരം ഗീ ചേർത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, വേറെ ലെവലായിരിക്കും. പിന്നെ അപ്പം ഞാൻ ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതിലേക്ക് സവോള വഴട്ടാനിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ചതച്ച് വെച്ചില്ലേ നമ്മുടെ വെളുത്തുള്ളി, കാന്താരി, ഇഞ്ചി, പിന്നെ കറിവേപ്പില, ആ ചതച്ച മിക്സ് ഇതിലിട്ടിട്ട് അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ. ഒന്ന് വഴന്ന് വന്നപ്പോഴേ അതിലേക്ക് മുളക് പൊടി 2 സ്പൂൺ, മല്ലിപ്പൊടി 2 സ്പൂൺ, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് അതും കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുത്തു കേട്ടോ. ആ പച്ചമണം മാറണം. വഴന്ന് വന്നപ്പോൾ പിന്നെ അതിലേക്ക് 2 തക്കാളി, ഇടത്തരം വലിപ്പമുള്ളൂ, പക്ഷെ അധികം പഴുക്കാത്ത തക്കാളി, അത് കാരണം ഈ കളറാണ്. മഞ്ഞ കളറിലിരുന്നിരുന്നത് ചുവപ്പ് കളറിന് പകരം അത് മിക്സിയിൽ അടിച്ചിട്ട് നന്നായി അരച്ചിട്ട് അതാണ് ഇതിൽ ചേർത്ത് ഒന്ന് നന്നായിട്ട് എണ്ണ തെളിയണ വരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എണ്ണ തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന ഒരു 1/2 കിലോ ബീഫ് ഉണ്ടാവുള്ളൂ കേട്ടോ, അത് ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ ഒന്നില്ലെങ്കിൽ നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ച് സിമ്മിൽ വെച്ച് വേവിക്കുക. ഞാൻ കുക്കറിൽ വേവിക്കുക കേട്ടോ ചെയ്തത്, കാരണം ഇങ്ങനെ വേവിക്കുമ്പോൾ ഒരുപാട് ഗ്യാസ് ചിലവാവുകയും ചെയ്യും, ശരിക്കും അങ്ങോട്ട് കുക്കായിട്ട് കിട്ടില്ല. ഇവിടെ അപ്പച്ചനൊക്കെ നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം. കുക്കറിൽ വേവിച്ചപ്പോൾ ദേ ഈ പരിവായിട്ടോ, നല്ല ഒരു കുറുകിയ ചാറൊക്കെ ആയിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുത്തു. അപ്പം നമ്മുടെ കറി റെഡിയായി. സെപ്പറേറ്റ് താളിക്കൊന്നും വേണ്ട. പിന്നെ ഇത് കുറച്ച് നെയ്യുള്ള ഇറച്ചിയായ കാരണമാണെന്ന് തോന്നുന്നുണ്ട്, അതെന്തോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ദേ കുറച്ച് പഴംപൊരിക്ക് മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഗോതമ്പ് പൊടി, അരിപ്പൊടി, ഉപ്പ്, പഞ്ചസാര, മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കട്ടിയിൽ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമ്മുടെ പഴംപൊരി ഉണ്ടാക്കില്ലേ നോർമൽ, പഴം അതിലൊന്ന് മുക്കി റൈസ് ബ്രാൻ ഓയിലാട്ടോ അതിൽ നമ്മൾ മൊരിച്ചങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ബീഫും പഴംപൊരിയും ട്രൈ ചെയ്യണേ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മസാലയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ്, ബീഫും പഴംപൊരിയും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്.